ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ പൂജ അമൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൾ ചലഞ്ച് വീഡിയോ ആണ്. അപ്പം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുസൃതി ചോദ്യങ്ങളുണ്ട്. അപ്പം അതിനുള്ള ആൻസേഴ്സ് ഉണ്ട്. 10 സെക്കൻഡ് ചലഞ്ച് എന്നാ ഞങ്ങൾ ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും, അതിനുള്ള ആൻസർ പറയണം. പറഞ്ഞില്ലെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് റാൻഡമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ കുറച്ച് പണിഷ്മെന്റും ഉണ്ട്. പറഞ്ഞില്ലെങ്കിൽ പണിഷ്മെന്റ് ചെയ്യണം. അങ്ങനെ അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം ഞാൻ ചോദിക്കാം, സ്വന്തമായി കസേരയുള്ള മാൻ. സ്വന്തമായിട്ട് എനിക്ക് സ്വന്തമായി കസേരയുള്ള മാൻ. ചെയർമാൻ. അപ്പൊ അത് ഞാൻ വിജയിച്ചു. ഞാൻ വിന്നറായിരിക്കുന്നു. ഇനി ഞാൻ ചോദിക്കും. ഇനി അടുത്ത ചോദ്യം നിങ്ങൾ അറിയാവുന്നവരെ കൊണ്ടേ കമന്റ് ചെയ്തേരെ. അടുത്ത, പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ട്? ആളെ കണ്ടോണ്ട്. അല്ലല്ല, പണിഷ്മെന്റ് ഉണ്ടേ. പണിഷ്മെന്റ് നമ്മൾ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ സെലക്ട് ചെയ്യും. പണിഷ്മെന്റ് ഏതാ നിന്റെ? അപ്പൊ പണിഷ്മെന്റ് കൊടുക്കാൻ പോവാ. സോങ്. നമ്മുടെ പാട്ട് പാടുന്നാല് അതിപ്പോ മാറ്റാം. പാടി പെട്ടെന്നാണോ? പെട്ടെന്നാണോ? പാട്. മുൻപേ വാ എന്നൻപേ വാ, കൂടെ വാ ഉയിരേ വാ, മുൻപേ വാ എൻ അൻപേ വാ. അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ആക്കി കയറിയാണ് ഗൈസ്. ആരും യാത്ര ചെയ്യാത്ത ബസ്. തപസ്. അല്ല, അയ്യോ എനിക്ക് ടൈമർ ഓണാക്കിയില്ല. ആരും യാത്ര ചെയ്യാത്ത ബസ്. ടൈമർ ഉണ്ട്, നോക്കി. കഴിഞ്ഞു ഗൈസ്. എന്ത് ഉത്തരം പറ. സിലബസ്. ഇനി ടാസ്ക് എടുക്കും. പറ. തുറന്നോളൂ. ലെറ്റർ ചലഞ്ച് അതെന്തോ ഞാൻ പറയാം. ലെറ്റർ ചലഞ്ച് വേറൊന്നുമല്ല, ഞാനൊരു അക്ഷരം പറയും. അപ്പം ഞാൻ നിനക്ക് തരുന്ന അക്ഷരം മായാണ്. അപ്പൊ ആ മാ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നീ മാ വെച്ച് ആൻസർ പറയാൻ പാടുള്ളൂ. അതാണ്. അപ്പൊ മാ വെച്ച് പറയണേ. പറയട്ടെ. ഇതിനെ ടൈമൊന്നും ആവശ്യം ഇല്ല. മലയുടെ മണ്ടയിൽ പോയിട്ട് എന്ത് ചെയ്യും? മലന്ന് കിടക്കും. ഓക്കെ. കാട്ടിൽ പോയാൽ ആരെ കാണാൻ പറ്റും? മലയണ്ണാനെ. അങ്ങനെ സാഹചര്യം. വിഷമം വരുമ്പോ ആരെ ഓർക്കും? മാമനെ ഓർക്കും. വായിക്കാത്ത എന്തായിരിക്കുന്നേ? മഞ്ഞപ്പൊടി. ഓക്കെ, ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം ചോട്ടുവിന്റെ ആണ്. അടുത്ത ചോദ്യം ചോദിക്കാൻ. അപ്പൊ ഞാൻ ഇപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അടുത്ത ചോദ്യം. ഒരിക്കലും പറക്കാൻ പറ്റാത്ത കാക്ക. എനിക്ക് 10 സെക്കൻഡ് കൊടുക്കുന്നു കേട്ടോ. ഒരിക്കലും പറക്കാൻ പറ്റാത്ത കാക്ക. കടൽ കാക്ക. ടൈമർ. ഉത്തരം ഞാൻ പറയാം.
ഇക്കാക്ക. അതിന് പണിഷ്മെന്റ് ഉണ്ട്, പണിഷ്മെന്റ് എടുക്കുക. അടുത്ത പണിഷ്മെന്റ് ഞാൻ എന്തിനാ ഭഗവാനെ പണിഷ്മെന്റ് കൊണ്ടുവന്നേക്കുന്നത്. നോക്കാം അടുത്ത് എന്ത് പണിഷ്മെന്റ്. സ്ലാബ്. അപ്പം ചെള്ളടിച്ചങ്ങ് പൊട്ടിച്ചേക്കാം. ഇത് മനഃപൂർവ്വമാണ് ഗൈസ്, ഇത് മനഃപൂർവ്വമാണ്. കൊടുക്കട്ടെ. സ്ലാബ് കൊടുത്തേക്കാം. ചെറുതായിട്ട് കൊടുത്തേ. അടുത്ത എന്റെ അടുത്ത ചോദ്യമാണ് ഗൈസ്. ഞാനാണ് ഓണാക്കുന്നത്. എന്നതാ ആരും കൂട്ടാത്ത കറി. ഓക്കെ, ആരും കൂട്ടാത്ത കറിയോ? ആരും കൂട്ടാത്ത കറി ഗൈസ്. ആരും കൂട്ടാത്ത കറി കഴിഞ്ഞു. ബേക്കറി. അപ്പൊ എന്റെയാണ് അടുത്ത പണിഷ്മെന്റ്. ഞാനിപ്പോ പണിഷ്മെന്റ് കൊണ്ടുവരുന്നതാണ്. നമ്മളെന്ത് പണിഷ്മെന്റ് എന്നല്ല അക്സെപ്റ്റ് ചെയ്യും. ചിക്ക് ബൂം ബൂം ബൂം. സൂപ്പർ പണിഷ്മെന്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പണിഷ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഐശ്വര്യമായിട്ട് കിസ് കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പണിഷ്മെന്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യമാണ്. കമോൺ പോരട്ടെ. അടുത്ത എന്റെ ചോദ്യമാണ്. ടൈമർ ഓണാക്കി വയ്ക്കാം. എല്ലാരും ബഹുമാനിക്കുന്ന തല. ടൈമർ ഓണായിട്ടുണ്ട്. എല്ലാരും ബഹുമാനിക്കുന്ന തല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. എല്ലാരും തലപ്പാവ്. തീർന്ന സമയം 10 സെക്കൻഡേ ഉള്ളു. ചലഞ്ച് അങ്ങനെ. ആൻസർ ചുമതല. പിടിച്ച് പൊന്നെല്ലാം പണിഷ്മെന്റാ. ഇപ്പൊ പണിഷ്മെന്റ് എത്തി. എടുക്കാം. എടുത്തോളൂ. ആന അലറലോടലറൽ ഒരു 5 വട്ടം. ഇതാണ്. ഇതൊക്കെ എനിക്ക് സിമ്പിൾ ഗൈസ്. ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ. കൂലിപ്പണിക്കാരാണ്, പക്ഷെ അവർക്ക് പറ്റാത്ത പണി. ടൈമർ ഓൺ ആക്കിയിട്ടുണ്ട്. കൂലിപ്പണിക്കാരാണ്, പക്ഷെ അവർക്ക് പറ്റാത്ത പണി. ടൈം പോകുന്നു. ഇപ്പൊ തീർന്നു ഗൈസ്. വിപണി. അപ്പൊ എന്താണ് പണിഷ്മെന്റ്? ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കൊറേ കിടക്കാൻ പണിഷ്മെന്റ് ഒക്കെ എഴുതി. പക്ഷെ എന്താണ് അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ചവിട്ടുക. അതിന്റെ ചവിട്ട് ആരെ ചവിട്ട്? ഞാൻ ഇവനെ ചവിട്ടുക. അങ്ങോട്ട് എന്റെ പൊന്നെ, ഇതറിഞ്ഞോണ്ട് ചെയ്ത്. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത്? ദുഃഖത്തിലുള്ളത് എന്ത്? സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? 10 സെക്കൻഡ് ഉണ്ട്. ഇപ്പൊ പറയാം. സുഖത്തിലും ദുഃഖത്തിലുള്ളത് സുഖം ദുഃഖം. 2 വാക്കിലുള്ളത് ഏത്? സുഖത്തിലും ദുഃഖത്തിലുള്ളത് എന്ത്? പണിഷ്മെന്റ്.
കിസ് അത് കിസ് 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 പെന്നെ കിസ് ചെയ്യണം. ഓക്കെ ഓക്കെ നല്ലൊരു ചലഞ്ച് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. അടുത്ത ചോദ്യം ഗൈസ് എന്റെയാണ്. പെട്ടെന്ന് ടൈമർ ഇട്. ഓക്കെ, അടുത്ത ചോദ്യം ഉണ്ട്. ഏറ്റവും വലിയ ആല് പറ. ഏറ്റവും വലിയ ആല് പറ. ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. 7 സെക്കൻഡായി, 8ആയി, കഴിഞ്ഞു ഗൈസ്. ഹർത്താൽ. ഏറ്റവും വലിയ ആൽ. എന്റെ നല്ല കിടുക്കം പണിഷ്മെന്റ് ആണ്. അപ്പ് ആൻഡ് ഡൗൺ. ചേട്ടു നീ ഇങ്ങനെ ചെയ്യണം. ഞാൻ പറയുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്നതിന്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മുട്ട് മടക്കി ഇങ്ങനെ ചെയ്യണം. അത് ഞാൻ സ്റ്റോപ്പ് പറയുന്നതിന്റെ മേലെ ഇങ്ങോട്ട് നിർത്താൻ പാടില്ല. ചെയ് നീ ചെയ്യണം. നീ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? നിന്നിലൂടെ ഉണ്ടായി. നിന്നിലൂടെ ഉണ്ടായി. നിന്നിലൂടെ അല്ല. 10 സെക്കൻഡ് ഒന്നുകൂടെ. നീ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? കഴിഞ്ഞ സമയം കഴിഞ്ഞു. നാ എന്ന അക്ഷരത്തിൽ നിന്നുണ്ടായി. അടുത്ത പണിഷ്മെന്റ്. ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ട് കൊടുക്കും. ഓക്കെ, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ്. എന്ത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ്. കാണിച്ചെടുത്ത്. അടുത്തത് എനിക്കിപ്പോ അമ്മ പണി അടുത്ത ചോദ്യം എന്റെയാണ്. ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? ഓക്കെ, എന്നോട് പറയാം. ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? ജനൽ. ഓക്കെ, അത് നമ്മള് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം. കാണാൻ പറ്റാത്ത എന്തിനാ? ഞാൻ ഉത്തരം പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നതിന് പണിഷ്മെന്റ്. 4. കാണാൻ പറ്റാത്ത നാവ്. ടൈമർ 10 സെക്കൻഡ്. കാണാൻ പറ്റാത്ത നാവോ? നാവ് എനിക്കറിയില്ല. കിനാവ്. പണിഷ്മെന്റ്. അത് കാണാൻ പറ്റൂല. കിനാവ് കാണാൻ പറ്റാത്ത. നമ്മള് സ്വപ്നത്തിൽ കൂടെ എന്തോ കാണുമല്ലേ ചെയ്യുന്നേ? കാണാൻ പറ്റാത്ത നാവ്. അടുത്ത പണിഷ്മെന്റ്. ഉപ്പ്. ഞാൻ ഏറ്റവും ഈസിയുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ മുളകൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ എല്ലാം ഈസി. ഭയങ്കര ഈസിയുള്ള. ഓക്കെ, ഏറ്റവും വലിയ നെറ്റ്. ഏറ്റവും വലിയ നെറ്റോ? ഇന്റർനെറ്റ്. നമ്മൾ അതും പിന്നെ അയക്കുകയാണ്. നമ്മൾ ഭയങ്കര അയക്കുക.
അടുത്ത് ഇനിയിപ്പോ ഇതൊക്കെ ഈസി ടാസ്ക് അപ്പൊ ടാസ്ക് ഇല്ല പണിഷ്മെന്റ് നെറ്റ് ഇല്ല. എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനൊന്നും ചോദിക്കത്തില്ല. അടുത്ത ചോദ്യം എന്തെങ്കിലും ചലഞ്ച് ആ പറ. വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം ഉണ്ട്. 10 വേനൽ സമയത്തോ? വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം. വേനൽ സമയത്ത് മനുഷ്യനെ 8 ആ 10 സെക്കൻഡ് സംഭാരം. അത് പണിഷ്മെന്റ് ഉണ്ട്. എന്തോ പണിഷ്മെന്റ് കൊടുക്കുവാണ്. ആ പാവയ്ക്ക. പാവയ്ക്കെത്തി അത് കഴിക്കണം. ഇതിങ്ങനെ കഴിക്കണം. തന്നെ പാവയ്ക്ക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്റെയാണ് ഗൈസ്. വാ ഇങ്ങോട്ട്. അപ്പൊ എന്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്റെ ചോദ്യം. ടൈമർ. ചോദിക്കാൻ പോണേ. കയറാൻ പറ്റാത്ത കാർ. മഴക്കാർ. അപ്പൊ അതിന് ഞാൻ വിന്നായിരിക്കും ഗൈസ്. അപ്പൊ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് പശു നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? കോമഡി ആയിട്ടുണ്ട്. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. നമ്മുടെ ടാസ്ക് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആയതുകൊണ്ട് നമ്മൾ വിൻ ചെയ്ത്. അപ്പം ഓക്കെ. അപ്പം അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ. ഇനി നമ്മൾ ടാസ്ക് ആണെങ്കിൽ അടുത്ത ടാസ്ക് ഇട്ട് വരുന്നതായിരിക്കും. ഫുൾ ചലഞ്ച് ഒക്കെ ഉണ്ട്. കപ്പിൾ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇനിയും കൂടുതലുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ വീഡിയോ തീർക്കുന്നുണ്ട്. ബൈ. ലൈക്ക്, ഷെയർ. ഓക്കെ.